ശ്രീ സജീഷ്, ഇവിടെ വിമർശനം വരുമ്പോൾ യു ടേൺ എന്നൊക്കെ പരിഹാസങ്ങൾ ഉണ്ടായാലും തെറ്റായ തീരുമാനങ്ങളിൽ വാശിയോടെ പിടിച്ചു നിൽക്കാതെ തിരുത്തൽ ഒക്കെ നല്ലതാണ്. രണ്ടാം തിരുത്തൽ ഉണ്ടാവും, നല്ല കാര്യം, ജനാധിപത്യത്തിൻ്റെ ഭംഗി. പക്ഷെ അതുകൊണ്ടായോ അറിയാൻ കഴിയുന്നത് പ്ലീഡർക്കും സീനിയർ പ്ലീഡർക്കൊക്കെ 60 വയസ്സിൽ വിരമിക്കലുണ്ട്. സ്പെഷ്യൽ പ്ലീഡർക്ക് ആ വിരമിക്കൽ ബാധ്യതയില്ല. കാരണം എന്താണ്? ഓണറേറിയമാണ്. സബ്ജക്റ്റ് കറക്ഷൻ, ഈ പ്രദീപിന് ഇപ്പോൾ 59 വയസ്സാണ് പ്രായം. ഒരു വർഷം കൂടെ സാധാരണ പദവിയിൽ നിയമിച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ വിരമിച്ചു പോകേണ്ടതാണ്. അപ്പോൾ 59 വയസ്സായ ആൾ 60 വയസ്സാകുമ്പോൾ വിരമിച്ചു പോകത്തക്കണ്ടാത്ത രീതിയിൽ ഈ നിയമനം ഒരു ഡിസൈൻഡ് പ്ലാൻ ആയിരുന്നു. രാജി കൊണ്ട് മറുപടിയായോ CSK സജീഷ്? തീർച്ചയായും ആഷ്മി, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡിസൈൻഡ് പ്ലാനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവിടെ ഇത്തരത്തിലൊരാളെ നിയമിക്കുമ്പോൾ നിയമവശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതാണല്ലോ. നിലവിൽ ബാർ കൗൺസിലിൻ്റെ നിയമപ്രകാരം തന്നെ റൂൾ 33 പ്രകാരം ഒരു കക്ഷിക്ക് വേണ്ടി ഹാജരായ വ്യക്തി പിന്നീട് എതിർ കക്ഷിക്ക് വേണ്ടി ഹാജരാകുന്നതോ നിയമോപദേശം നൽകുന്നതോ പാടില്ല എന്ന് ബാർ കൗൺസിലിൻ്റെ നിർദ്ദേശമുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ വിധി ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ചന്ദ്രശേഖർ സോണി വേഴ്സസ് ബാർ കൗൺസിൽ ഓഫ് രാജസ്ഥാൻ എന്ന കേസിനകത്ത് സുപ്രീം കോടതി തന്നെ ഈ കാര്യം തന്നെ ഒന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമപരമായി സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നുവെന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇത്തരമൊരു പദവി തന്നെ ഇല്ലായിരുന്നു. സ്പെഷ്യൽ പ്ലീഡർ എന്ന പദവി ദേവസ്വം ബോർഡിന് ഇല്ലായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അങ്ങനെ ഒരു പദവിയില്ല. അങ്ങനെ ഒരു പദവി ഉണ്ടാക്കിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഈ ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലായി നിന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഹാഷ്മിയോടൊപ്പം ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ടാവുന്ന ഇവരുടെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി വരുന്ന ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന, ഒരു തെറ്റും ചെയ്തില്ല എന്ന് മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പറയുന്ന ഒരു വക്താവ് തന്നെയായി പ്രവർത്തിച്ച വ്യക്തിയെയാണ് ഇവിടെ അഭിഭാഷകൻ എന്നതിലുപരിയായി ഈ കേസിൽ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ ഉയരുന്നൊരു വിഷയമുണ്ട്. ഇപ്പോൾ പെട്ടെന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഇദ്ദേഹം ചാർജ് എടുത്തില്ലായിരുന്നെങ്കിൽ രാജിവെക്കേണ്ട കാര്യമില്ല, ഉത്തരവ് റദ്ദാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ചാർജ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ചാർജ് എടുത്തു കഴിഞ്ഞാലുള്ള ഒരു സാഹചര്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം വെളുപ്പിക്കാനും കാണാനും എല്ലാം പറ്റും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുകയും ഇതിൽ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഫയലുകളെല്ലാം കാണുകയും എല്ലാം ചെയ്തതാണോ? അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നോ എന്നുകൂടി നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അപ്പോൾ ഈ സ്വാഭാവികമായും തന്നെ സാമാന്യ ബുദ്ധിയിൽ തന്നെ ഇത്തരമൊരു നിയമനം നടന്നു കഴിഞ്ഞാൽ അത് കേരളീയ സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഉറപ്പാണല്ലോ. കാരണം ഇദ്ദേഹം വളരെ വ്യക്തമായി മാധ്യമങ്ങളിലുൾപ്പെടെ ഒരു വക്താവായി വന്നിരുന്ന് പറഞ്ഞയാളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് സാധ്യതയുണ്ട്. എന്നിട്ട് പോലും ഒരു ഉത്തരവുണ്ടാകുന്നു. ആ ഉത്തരവ് അടിസ്ഥാനത്തിൽ നിയമനമുണ്ടാകുന്നു, വെക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ചുരുങ്ങിയ ഇടവേള തന്നെ ഇവർ ഏതെങ്കിലും രീതിയിലെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഗൗരവകരമായി പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളൊരു നിയമനത്തിന് അഡ്വക്കേറ്റ് ജനറൽ പേര് നിർദ്ദേശിക്കേണ്ടതാണ്. അഡ്വക്കേറ്റ് ജനറൽ പേര് നിർദ്ദേശിച്ച് നിയമവകുപ്പിന് കൈമാറി നിയമവകുപ്പിലെത്തിയതിന് ശേഷം നിയമമന്ത്രി അത് പരിശോധിച്ചിട്ടാണ് മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടത്. ഇവിടെ രണ്ടുപേരും ഒരാളായതുകൊണ്ട് ആ വ്യത്യസ്തമായ ഫയൽ തന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയും എന്നിട്ട് ക്യാബിനറ്റിലേക്ക് വരികയും എല്ലാം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഈ ദേവസ്വം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് ഇത് എന്താണ്, ഇതിൻ്റെ ഉള്ളുകളിയൊക്കെ അറിയാമല്ലോ ഇങ്ങനെ ഒരാളെ വെച്ചാലെന്ന്. അത്ര ലാഘവത്തോടു കൂടിയാണോ ഈ വിഷയത്തെ കാണാൻ വേണ്ടി കഴിയുന്നത്? കള്ളൻ്റെ കൂടെയുള്ള ആളെ വെച്ചാൽ കള്ളൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ എന്ന് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്താണ് ഇവർ ഈ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്? മറുപടിയാണ്. ഇനി അത് അദ്ദേഹം ട്രോൾ നിലയ്ക്ക് ഇപ്പം അദ്ദേഹം അത് പൂർണ്ണമായി കൈയൊഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് അത് വെക്കുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം അതിന് തുടർച്ചയിൽ പരിഹാസം എന്ന നിലയ്ക്കാണ് പറയുന്നതെങ്കിൽ കൂടിയും ഒരു മന്ത്രി പറഞ്ഞുകൂടാത്ത അങ്ങേയറ്റം നിലവാരമില്ലാത്തൊരു മറുപടിയായിരുന്നു അത്. അതിന് ട്രോളാണ് ഉദ്ദേശിച്ചതെങ്കിലും വിശ്വാസികളുടെ മുഖത്തേക്ക് നോക്കി പല്ലളിച്ച് കാണിക്കുന്ന പോലെയാണ് ആ മറുപടി. അത്രേ ഉള്ളൂ അത് സജീഷ്. അല്ല, തീർച്ചയായിട്ടും. പക്ഷേ മന്ത്രിയല്ലേ പറയുന്നത് ഹാഷ്മി. അപ്പോൾ നമ്മളത് ഗൗരവത്തിൽ തന്നെ കാണണമല്ലോ. ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ഇത്തരമൊരു കാര്യത്തിൽ പറയുമ്പോൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. പക്ഷേ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു വിഷയമുണ്ട്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ശ്രീ VD സതീശൻ
മംഗലാപുരത്തേക്ക് നടത്തിയ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്രയുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റ് ആകുമ്പോൾ അതിൽ വേറെ ആരും ഉണ്ടാവില്ലല്ലോ. ശ്രീ വി ഡി സതീശന് പോകാൻ വേണ്ടി മാത്രം ചാർട്ട് ചെയ്ത സ്പെഷ്യൽ ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിനകത്തും ഒരാളുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട പ്രതിയായ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണണമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അത്തരം ഒരാൾ കയറിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി ആകുമ്പോഴേക്ക് താൻ തീരുമാനിക്കേണ്ട വകുപ്പിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ചട്ടങ്ങളൊന്നും പാലിക്കാതെ ഈ കേസിൽ അപ്പുറത്ത് പ്രതിക്ക് വേണ്ടി ഹാജരായ ആൾ ഇവിടെ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഒരു സ്പെഷ്യൽ പ്ലീഡറായി വരുന്നു എന്നതും നമ്മൾ കൃത്യമായി അതിന്റെ ഗൗരവത്തിൽ തന്നെ രാജിവെച്ചുകൊണ്ട് അതിന് മറുപടി ആവുന്നില്ല. അതിന് മറുപടി വേണം. എന്തായാലും താല്പര്യം ഞാൻ അങ്ങനെ എത്താൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.